नमस्ते बच्चों, सभी को मेरे हिंदी क्लास में स्वागत है। आज हम कक्षा 7 के इकाई 2 अनमोल ഖസാന के ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് കरेंगे। എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ചാപ്റ്റർ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാകും. ഈ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പ് അത് കണ്ടുപഠിക്കണം. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നുവെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെൽ ബട്ടണും പ്രസ് ചെയ്യണം, ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾക്ക് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിക്രം ക്യാ ചാഹതാ था? വിക്രം എന്താണ് ആഗ്രഹിച്ചിരുന്നത്? വിക്രം ആസാനി സേ बहुत सारा धन कमाना चाहता था. എന്തായിരുന്നു വിക്രം ആഗ്രഹിച്ചിരുന്നത്? വിക്രം എളുപ്പത്തിൽ കുറേ അധികം പണം ഉണ്ടാക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. ധൻ എന്ന് പറഞ്ഞാൽ പണം. വിക്രം ने किसान से क्या पूछा? വിക്രം കർഷകനോട് എന്താണ് ചോദിച്ചത്? കിസാൻ എന്ന് പറഞ്ഞാൽ കർഷകൻ. विक्रम ने किसान से आसानी से धन कमाने का उपाय पूछा. വിക്രം കർഷകനോട് എളുപ്പത്തിൽ എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്ന ഒരു ഐഡിയ ആണ് ആളോട് ചോദിച്ചത്. എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു മാർഗം. വിക്രം ने किसान से आसानी से धन कमाने का उपाय पूछा. किसान ने विक्रम को क्या बताया? ആ കർഷകൻ വിക്രമിന് എന്താണ് പറഞ്ഞു കൊടുത്തത്? किसान ने विक्रम को विश्वनाथ नामक एक सज्जन के बारे में बताया जो शायद उसे धन कमाने का कोई आसान तरीका बता दे. എന്താണ് കിസാൻ വിക്രമിന് പറഞ്ഞു കൊടുത്തത്? കിസാൻ ആ കർഷകൻ വിക്രമിനെ വിശ്വനാഥ് എന്ന ഒരു മാന്യനെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. സജ്ജൻ എന്ന് പറഞ്ഞാൽ മാന്യൻ. എന്താണ് പറയുന്നത്? ആളെ പോയി കണ്ടാൽ ചിലപ്പം ആൾ പറഞ്ഞു തരും എങ്ങനെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം. അപ്പോൾ किसान ने विक्रम को विश्वनाथ नामक एक सज्जन के बारे में बताया जो शायद उसे धन कमाने का कोई आसान तरीका बता दे. കർഷകൻ വിശ്വനാഥിനോട് വിക്രമിനോട് വിശ്വനാഥിനെ കുറിച്ചാണ് പറഞ്ഞു കൊടുത്തത്. പിന്നെ പറഞ്ഞു ചിലപ്പം ആൾ എളുപ്പത്തിൽ എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്ന് ഒരു സൊല്യൂഷൻ പറഞ്ഞു തരും എന്നാണ് പറഞ്ഞത്. വിക്രം ने विश्वनाथ को क्या कहा? विक्रम എന്താണ് വിശ്വനാഥിനോട് പറഞ്ഞത്? विक्रम ने विश्वनाथ से कहा कि वह बहुत गरीब है और जल्दी धन कमाना चाहता है. വിക്രം വിശ്വനാഥിനോട് പറഞ്ഞു ആൾ വളരെ ദരിദ്രനാണ്. ഗരീബ് എന്ന് പറഞ്ഞാൽ ദരിദ്രനാണ്. പിന്നെ പെട്ടെന്ന് ആൾക്ക് പൈസ ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട്. വിശ്വനാഥ് ने क्या सुझाव दिया? വിശ്വനാഥ് എന്താണ് ഒരു സജഷൻ കൊടുത്തത്? विश्वनाथ ने विक्रम को वसंत नगर जाके एक आदमी से मिलने को कहा और बोला कि अपने शरीर या शरीर के अंग बेच के जल्दी धन कमा ले. എന്താണ് വിശ്വനാഥ് വിക്രമിനോട് പറയാ? വസന്ത് നഗറിൽ പോയിട്ട് ഒരാളെ കാണാൻ പറയില്ലേ? ആളെ കണ്ടിട്ട് എന്ത് ചെയ്യാനാണ് പറയുന്നത്? സ്വന്തം ശരീരം അല്ലെങ്കിൽ ശരീരത്തിലത്തെ ഏതെങ്കിലും ഭാഗം വിറ്റിട്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കിക്കൊള്ളാനാണ് വിശ്വനാഥ് വിക്രമിനോട് പറഞ്ഞു കൊടുക്കുന്നത്, ഒരു സൊല്യൂഷൻ കൊടുക്കുന്നത്. ക്യാ വിക്രം വിശ്വനാഥ് കി സുജാവ് സെ ഖുഷ് था? വിക്രം വിശ്വനാഥിൻ്റെ ഒരു സൊല്യൂഷൻ കേട്ടിട്ട് ഹാപ്പി ആയിരുന്നോ? ആ ഒരു സജഷൻ കേട്ടിട്ട്? നഹി, അല്ല, വിശ്വനാഥ് ഹാപ്പി ആയിരുന്നില്ല. വിശ്വനാഥ് का सुझाव सुनने पर विक्रम को क्रोध और दुख महसूस हुआ. എന്താണ് വിശ്വനാഥിൻ്റെ ഒരു സൊല്യൂഷൻ കേട്ടപ്പോൾ, സജഷൻ കേട്ടപ്പോൾ വിക്രമിന് എന്താ തോന്നി? ദേഷ്യം വന്നു, ഭയങ്കര സങ്കടം തോന്നി. ക്രോധ് എന്ന് പറഞ്ഞാൽ ദേഷ്യം, ദുഃഖം എന്ന് പറഞ്ഞാൽ സങ്കടം. അപ്പോൾ ആൾക്ക് ഭയങ്കര ദേഷ്യവും സങ്കടവും രണ്ടും തോന്നി. വിശ്വനാഥ് വിക്രം को क्या समझाना चाहता था? വിശ്വനാഥ് എന്താണ് വിക്രമിന് മനസ്സിലാക്കി കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നത്? विश्वनाथ विक्रम को यह समझाना चाहता था कि उसका शरीर ही उसका अनमोल खजाना है और धन आसानी से नहीं मेहनत करके कमाना चाहिए. വിശ്വനാഥ് വിക്രമിനെ എന്താണ് മനസ്സിലാക്കി കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നത്? ആളുടെ ശരീരം തന്നെയാണ്, വിക്രമിൻ്റെ ശരീരം തന്നെയാണ് ആൾക്ക് അമൂല്യമായ നിധി. ആളുടെ അമൂല്യനിധി ആളുടെ ശരീരമാണ്. പിന്നെ പണം, അത്
എളുപ്പത്തിലല്ല, എപ്പോഴും നമ്മൾ പരിശ്രമിച്ചിട്ട് വേണം പൈസ ഉണ്ടാക്കാൻ, അല്ലാണ്ട് എളുപ്പവഴി നമ്മൾ കണ്ടെത്താൻ പാടുകയില്ല എന്നാണ് വിശ്വനാഥ് വിക്രമിന് മനസ്സിലാക്കി കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഘട്നായെ ലിഖേ. പറഞ്ഞാൽ ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഓരോരോ സംഭവങ്ങൾ അതിൽ നിന്ന് നോക്കിയിട്ട് എഴുതാനാണ് പറയുന്നത്. 2 അവർ തന്നെ എഴുതിയിട്ടുണ്ട്. മിത്രോं से जल्दी धन कमाने का उपाय पूछा, विश्वनाथ ने शरीर के अंग बेचने को कहा. അപ്പോൾ ഈ 2 സംഭവങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. ആദ്യം എന്താണ്, മിത്രോं से जल्दी धन कमाने का उपाय पूछा. വിക്രം എന്താ ചെയ്തിരുന്നത്, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് എന്താ ചോദിച്ചിരുന്നു, പെട്ടെന്ന് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുക, അതിനുള്ള ഓരോരോ ഐഡിയാസ് അല്ലേ ഫ്രണ്ട്സിനോട് പോയിട്ട് ചോദിച്ചിരുന്നത്. അടുത്തത് എന്തായിരുന്നു, വിശ്വനാഥ് നെ ശരീർ കെ അംഗ് ബേച്ച്നെ കോ കഹ. വിശ്വനാഥ് എന്താ പറഞ്ഞത്, എന്ത് ഐഡിയയാണ് സൊല്യൂഷനാണ് കൊടുത്തത്, എൻ്റെ ശരീരത്തിൻ്റെ ഓരോരോ അംഗങ്ങൾ വിറ്റാൽ എനിക്ക് ഇത്ര പൈസ ഉണ്ടാക്കാം, അത് പറഞ്ഞില്ലേ. ഇനി 2 നമ്മളോട് എഴുതാനാണ് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. विक्रम विश्वनाथ के सुझाव से उदास और क्रोधित हुआ. വിശ്വനാഥ് കൊടുത്ത ആ ഒരു സൊല്യൂഷൻ അത് കേട്ടിട്ട് എന്താണ് വിക്രമിന് തോന്നിയത്, ഭയങ്കര സങ്കടവും തോന്നി, ഭയങ്കര ദേഷ്യവും വന്നു. അപ്പോൾ വിക്രം വിശ്വനാഥ് കി സുझाव എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ, സേ ഉദാസ് ഓർ ക്രോധിത് ഹുവ. ഉദാസ് എന്ന് പറഞ്ഞാൽ സങ്കടം, ക്രോധിത് എന്ന് പറഞ്ഞാൽ ദേഷ്യം. विक्रम समझ गया कि उसका शरीर ही उसका अनमोल ഖസാന है. വിക്രമിന് എന്താ മനസ്സിലായത്, വിശ്വനാഥിൻ്റെ ഒരു സൊല്യൂഷൻ കൊടുത്തതിൽ നിന്ന് എന്താണ് വിക്രം മനസ്സിലാക്കിയത്, നമ്മുടെ ശരീരം തന്നെയാണ് നമ്മുടെ അമൂല്യമായ നിധി. വിക്രം സമझ गया कि उसका शरीर ही उसका अनमोल खजाना है. अगला सवाल, കിസ്നെ കഹ. കിസ്നെ കഹ എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു. കിസ്കോ കഹ എന്ന് പറഞ്ഞാലോ ആരോട് പറഞ്ഞു. ക്യൂ കഹ എന്തിന് പറഞ്ഞു. ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്, കിസ്നെ കഹ ആര് പറഞ്ഞു. കിസാൻ, വിക്രം, വിശ്വനാഥ്. അപ്പോൾ താഴെ 3 ഡയലോഗ്സ് തന്നിട്ടുണ്ട്, അത് ആരാ പറഞ്ഞത് എന്നാണ് നമ്മൾക്ക് പറയേണ്ടത്. അപ്പോൾ അവരൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എന്താണ്, മേ ബഹുത് ഗരീബ് ഹൂँ. അതാരാ പറഞ്ഞത്, കിസ്നെ കഹ, വിക്രംനെ കഹ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് എഴുതേണ്ടത്, വിക്രംനെ കഹ കി മേ ബഹുത് ഗരീബ് ഹൂँ. അങ്ങനെ തന്നെ തന്നിട്ടുള്ള 3 സെൻറ്റൻസും 3 ഡയലോഗ്സും അങ്ങനെ തന്നെ നമ്മൾക്ക് എഴുതണം. ആരാ പറഞ്ഞത് അതിനനുസരിച്ചിട്ട് വേണം എഴുതാൻ. അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്ന് നമ്മൾക്ക് നോക്കാം. पहला सवाल, गांव के उस पार एक सज्जन रहते हैं. നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ മറുവശത്ത് ഒരു മാന്യൻ താമസിക്കുന്നുണ്ട്. ഇതാരാണ് പറഞ്ഞത്, കർഷകൻ, കിസാൻ. അപ്പോൾ എന്തായിരുന്നു നമ്മൾ, കിസാൻ ने कहा कि गांव के उस पार एक सज्जन रहते हैं. വിക്രം കർഷകനോട് പോയി ചോദിക്കില്ലേ എളുപ്പത്തിൽ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുക. അപ്പോൾ കർഷകൻ കൊടുക്കുന്ന ഉത്തരമാണിത്. അടുത്തത്, തും വസന്ത് നഗർ ജാവോ. ആരോടാണ് പറയുന്നത്, കിസ്നെ കിസ്കോ കഹ, വിശ്വനാഥ് നെ വിക്രം കോ കഹ. ആരോട് പറഞ്ഞു, വിശ്വനാഥ് വിക്രമിനോട് പറഞ്ഞു. എന്ത്, വിശ്വനാഥ് നെ കഹ कि तुम വസന്ത് നഗർ जाओ. थर्ड, 1 करोड़ रुपए मिलने पर भी मैं ऐसा नहीं करूँगा. 1 കോടി രൂപ കിട്ടിയാൽ പോലും ഞാനിത് ചെയ്യില്ല. ഇത് ആരോടാണ് പറഞ്ഞത്, കിസ്നെ കിസ്കോ കഹ, വിക്രം നെ വിശ്വനാഥ് കോ കഹ. വിശ്വനാഥ് കുറേ സൊല്യൂഷൻ കൊടുക്കില്ലേ, നിൻ്റെ ശരീരം കാല് കൊടുത്തോ, കണ്ണ് കൊടുത്തോ, നിൻ്റെ ശരീരത്തിലത്തെ ഓരോരോ ഭാഗങ്ങൾ കൊടുത്തോ. അപ്പം എന്താണ് വിക്രം തിരിച്ച് വിശ്വനാഥിനോട് പറയുക, 1 കോടി രൂപ തന്നാൽ പോലും ഞാൻ എൻ്റെ ഭാഗങ്ങൾ കൊടുക്കില്ല എന്നല്ല പറയുന്നത്. അപ്പോൾ വിക്രം നെ കഹ कि 1 करोड़ रुपए मिलने पर भी मैं ऐसा नहीं करूँगा. विश्वनाथ का उपदेश सुनकर विक्रम की आंखें खुल गई. विक्रम की उस दिन की ഡയറി തയ്യാർ കറി. എന്താണ് പറയുന്നത്, വിശ്വനാഥിൻ്റെ ഉപദേശങ്ങൾ കേട്ടിട്ട് വിക്രത്തിന് ശരിക്കും ബോധ്യമായി, എല്ലാം ശരിക്കും മനസ്സിലായി ആൾക്ക്. അപ്പോൾ വിക്രം അന്ന് വീട്ടിൽ ചെന്നിട്ടൊരു
ഡയറി എഴുതി. നമ്മളോട് ആ ഡയറി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഫോമാറ്റ്? നമ്മൾ എഴുതണം, അതിൽ ഡേറ്റ് എഴുതണം, അന്ന് നടന്ന കാര്യങ്ങളൊക്കെ വിശദമായി എഴുതണം, നമ്മൾ അതിൽ നിന്ന് എന്താണ് അന്ന് പഠിച്ചത് അതും മെൻഷൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. डेट 17 अगस्त 2020। आज मेरे जीवन का बहुत बड़ा दिन है। आज एक सज्जन विश्वनाथ जी से जीवन का सच्चा सीख मिला। उनकी बातों ने मेरी आंखें खोल दी. എന്താ പറയുന്നത്? ആജ് മേരി ജീവൻ കാ ബഹുത് ബഡാ ദിൻ ഹെ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദിവസമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? ആജ് ഏക് സജ്ജൻ വിശ്വനാഥ് ജി സെ ജീവൻ കാ സച്ചാ സീഖ് മില. ഒരു മാന്യനായ മനുഷ്യൻ വിശ്വനാഥ് ജി, ആളിൽ നിന്ന് ജീവിതത്തിലെ ഒരു സത്യമായ പാഠമാണ് ഞാൻ പഠിച്ചത്. ഉൻകി ബാത്തോനെ മേരി ആംഖേ ഖോൽ ദി. അവരുടെ വാക്കുകൾ അല്ലെങ്കിൽ അവർ പറഞ്ഞു തന്ന കാര്യങ്ങൾ കൊണ്ട് എൻ്റെ കണ്ണുകൾ തുറന്നു. സത്യം എന്താ എന്ന് എനിക്ക് മനസ്സിലായി. मैं इतने दिन सिर्फ आसानी से धन बनाने के उपाय सोचता रहा. दोस्तों से, गांव के लोगों से धन कमाने का उपाय पूछता रहा. मैं नहीं समझ सका कि मैं सही में ज़िंदगी में सब कुछ आसानी से पाना चाहता था. मैं मेहनत करने से घबराता हूँ. എന്താ പറയുന്നത്? मैं इतने दिन सिर्फ आसानी से धन बनाने की उपाय सोचता रहा. ഇത്രയും ദിവസം ഞാൻ പൈസ എങ്ങനെ എളുപ്പ വഴിയിൽ ഉണ്ടാക്കാം, പണം എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാം എന്ന് മാത്രം ആലോചിച്ചിരുന്നു. दोस्तों से, गांव के लोगों से धन कमाने का उपाय पूछता रहा. എൻ്റെ കൂട്ടുകാരോട്, ദോസ്ത് എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ, അല്ലെങ്കിൽ ഗാവ് വാലോസെ, ഗാവ് കെ ലോഗോസെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമത്തിലെ ആൾക്കാരോട്, അവരോടൊക്കെ ഞാൻ പെട്ടെന്ന് എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന് മാത്രമേ അവരോട് ചോദിച്ചു കൊണ്ടിരുന്നുള്ളൂ. मैं नहीं समझ सका कि मैं सही में ज़िंदगी में सब कुछ आसानी से पाना चाहता हूँ. എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ത്? ഞാൻ ജീവിതത്തിൽ എല്ലാം എളുപ്പമായിട്ട് എനിക്ക് കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. मैं मेहनत करने से घबराता हूँ. എനിക്ക് മെഹനത്ത് എന്നാൽ പരിശ്രമം ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര ഒരു തരം ഭയമാണ്, അല്ലെങ്കിൽ പരിശ്രമം ചെയ്യാണ്ട് എല്ലാം എളുപ്പത്തിൽ കിട്ടണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ആജ് രാസ്തേ മേ കിസാൻ ന മിൽത്തെ तो मेरी ज़िंदगी ऐसे नहीं बदलती. उन्होंने मुझे विश्वनाथ जी का पता बताया. मैं तो उनके पास धन नामक अनमोल खजाना कमाने का उपाय पूछने गया था, पर उन्होंने मेरी ज़िंदगी बदल दी. मुझे एहसास दिलाया कि मेरा शरीर ही मेरा अनमोल खजाना है और मेहनत से आसान और कोई धन कमाने का तरीका नहीं. हमेशा मैं विश्वनाथ जी का आभारी रहूँगा और आज से एक नई ज़िंदगी का शुरुआत करूँगा. आज रास्ते में किसान न मिलते तो मेरी ज़िंदगी ऐसे नहीं बदलती. ഇന്ന് ആ വഴിയിൽ ഞാൻ ആ കർഷകനെ കണ്ടിരുന്നില്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ മാറിയിരുന്നില്ല. ഉൻഹോനെ മുझे വിശ്വനാഥ് ജി കാ പത്താ ബത്തായ. കർഷകനാണ് വിശ്വനാഥിൻ്റെ അഡ്രസ്സ്, സ്ഥലം പറഞ്ഞു കൊടുത്തത് അല്ലേ? വിക്രം നാര പറഞ്ഞു കൊടുക്കുന്നത് കർഷകനല്ലേ? അപ്പോൾ मैं तो उनके पास धन नामक अनमोल खजाना कमाने का उपाय पूछने गया था. എന്തിനാണ് വിക്രം പോയിട്ടുണ്ടായിരുന്നത്? പണം എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ പണമായിരുന്നു ആളെ സംബന്ധിച്ചൊരു അമൂല്യമായ നിധി. അപ്പോൾ പണം എന്ന അമൂല്യ നിധി എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാം എന്നുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താനാണ് ഞാൻ വിശ്വനാഥ് ജിയുടെ അടുത്തേക്ക് പോയത്. പർ ഉൻഹോനെ മേരി ജിന്ദഗി ബദൽ ദി. പക്ഷേ അവരെൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. മുझे एहसास दिलाया कि मेरा शरीर ही मेरा अनमोल खजाना है. എനിക്ക് ആ തിരിച്ചറിവ് നൽകി. എന്ത്? എൻ്റെ ശരീരം തന്നെയാണ് എൻ്റെ അമൂല്യമായ നിധി, പണമല്ല എന്നുള്ള തിരിച്ചറിവ് ഞാൻ അവരിൽ നിന്നാണ് മനസ്സിലാക്കിയത്. और मेहनत से आसान और कोई धन कमाने का तरीका नहीं. മെഹനത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശ്രമിക്കാണ്ട് വേറെ ഒരു രീതിയിലും നമുക്ക് പൈസ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല.
ഹമേഷ मैं വിശ്വനാഥ് जी का ആഭാരി रहूँगा. ഞാൻ എന്നും വിശ്വനാഥ്ജിയുടെ നന്ദിയുള്ളവനാകും. ആഭാരി എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളവൻ ആകും. और आज से एक नई ज़िंदगी का शुरुआत करूँगा. ഇന്ന് തൊട്ട് ഞാൻ പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കം ഞാൻ തുടങ്ങുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ആൾ ഇന്ന് തൊട്ട് പരിശ്രമിച്ചിട്ട് പൈസ ഉണ്ടാക്കും, അല്ലാണ്ട് എളുപ്പവഴി കണ്ടെത്തുകയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതോടുകൂടി ഈ ചാപ്റ്ററും അതിൻ്റെ ആക്ടിവിറ്റി സെക്ഷൻസും അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഞാൻ റിവ്യൂ ചെയ്തിട്ട് അതിന് റിപ്ലൈ ചെയ്യുന്നതാകും. അപ്പോൾ എല്ലാവരും നന്നായി കണ്ടു പഠിച്ച് മനസ്സിലാക്കുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു ചാപ്റ്ററുമായി തിരിച്ച് കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.